ഇനി ഒരു കൗതുകകരമായ പ്രതിഷേധത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. കുഴിയിൽ ചാടാതെ വാഹനം ഓടിക്കുന്നവർക്ക് ഒരു ഫുൾ കുഴിമന്തി സമ്മാനം. കോഴിക്കോട്ട് പുച്ചാട്ട് താഴം മുതൽ മാളിക്കടവ് വരെ കുഴിയിൽ ചാടാതെ വാഹനം ഓടിക്കുന്നവർക്കാണ് കുഴിമന്തിയുടെ ഓഫർ. ന്യൂ വിങ്സ് മോരിക്കര ക്ലബ്ബാണ് ഫ്ലെക്സ് ബോർഡ് വെച്ച് ഇതിനായിട്ടുള്ള മത്സരം ഏർപ്പെടുത്തിക്കുന്നത്. മിഥില ബാലൻ ഈ കുഴിമന്തി മത്സരത്തിൻ്റെ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നു. മിഥില, ഗുഡ് മോർണിംഗ്. ഇനി വാർത്താ റിപ്പോർട്ടർമാരൊക്കെ ഒരു കുഴിമന്തി മത്സരം വെച്ചാലോ നമുക്ക്? ഓക്കെ, പറയും. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് എക്സ്കാൻ. സൂചിപ്പിച്ചതുപോലെ തന്നെ വ്യത്യസ്തമായ ഒരു പ്രതിഷേധം, അതേസമയം തന്നെ കൗതുകകരമായ ഒരു ഫ്ലെക്സ്. ആദ്യം നമുക്ക് ആ ഫ്ലെക്സ് ബോർഡിലേക്ക് പോകാം. ഇതാണ് മോരിക്കരയിൽ സ്ഥാപിച്ച ഫ്ലെക്സ് ബോർഡ്. ഇതിൽ കൃത്യമായി തന്നെ എഴുതിയിട്ടുണ്ട്: പുറ്റാട്ട് താഴം മുതൽ മാളിക്കടവ് വരെ വാഹനത്തിൽ കുഴിയിൽ ചാടാതെ എത്തുന്നവർക്ക് ന്യൂ വിങ്സ് മോരിക്കര സ്പോൺസർ ചെയ്യുന്ന ഫുൾ കുഴിമന്തി. ഇപ്പോൾ ഈ ന്യൂ വിങ്സ് മോരിക്കര ക്ലബ്ബ് അംഗങ്ങൾ എനിക്കൊപ്പം ചേരുന്നുണ്ട്. എന്തുകൊണ്ടാണ് അവർ ഇങ്ങനെ ഒരു ഫ്ലെക്സ് ബോർഡ് ഇവിടെ സ്ഥാപിച്ചതെന്ന് നമുക്ക് അവരോട് തന്നെ ചോദിച്ചു നോക്കാം. എന്താണ് വ്യത്യസ്തമാണ്, കൗതുകരമാണ്? അത് ഞങ്ങളൊരു ക്രിയേറ്റിവിറ്റി ആയിട്ട് ചെയ്ത പരിപാടിയാണ്. ഞങ്ങൾ ന്യൂ വിങ്സ് തന്നെ കൂട്ടായ്മ ചെയ്തതാണിത്. ഈ റോഡിൻ്റെ മോശമായ ഒരവസ്ഥ കാരണം കുറേയായി, ഏകദേശം 2-2.5 വർഷത്തിൻ്റെ മുകളിലായി ഈ റോഡ് ഇങ്ങനെ കിടക്കുന്നത്. ഏകദേശം ഈ ഒരു ഭാഗത്തായിട്ട് ഒരു വർഷം മുന്നേ ഒരു പയ്യൻ മരിച്ചു. അതിൻ്റെ ഒരു ചെറിയ കാരണം നമ്മളെ റോഡാണ്. ഏകദേശം പുറ്റാട്ടായം തൊട്ട് മാളിക്കടവ് പിന്നെ മക്കള റോഡ് ഏകദേശം 2 കിലോമീറ്ററിനോളം ഇത് തന്നെയാണ് അവസ്ഥ. ആൾക്കാർ പാമ്പും കോണിയും കളിച്ചിട്ടാണ് ഇതിലൂടെ പോകുന്നത്. വളരെ ദയനീയമായ അവസ്ഥയാണ്. ഇത് എന്നോ ചെയ്യേണ്ട കാര്യങ്ങളതൊക്കെ. ഇത് പിന്നെ വീണ്ടും ഞങ്ങൾ ഇതിനെ ജനങ്ങളിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഒരു ബോർഡ് വെച്ചതാണ്. വലിയ രീതിയിൽ നമ്മൾ മാത്രമല്ല ഈ റോഡ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ബാലുശ്ശേരി നരിക്കിനി മുതലുള്ള ആൾക്കാർ വരെ ടൗണിൽ പോകാൻ വേണ്ടിയിട്ട് ഈ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഷോർട്ട് കട്ടാണ് ഈ റോഡ്. അപ്പം ചെറിയ കുട്ടികൾ വരെ സ്കൂളിൽ പോകുന്ന ഈ വഴി കൂടിയാണ്. അപ്പോൾ നമ്മളൊക്കെ പോകുന്നുണ്ട്, വളരെ ബുദ്ധിമുട്ടിയിട്ടാണ് പോകുന്നത്. വളരെ ദുരവസ്ഥയാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് ഒരു നടപടി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു കണ്ടന്റ് ക്രിയേറ്റ് ചെയ്തത്. കാണുമ്പോൾ തമാശയായിട്ട് തോന്നും, പക്ഷേ നമുക്ക് എന്താ വെച്ചാൽ എത്രയും പെട്ടെന്ന് ആൾക്കാർ റീച്ചായിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് എത്തിപ്പെടണം ആൾക്കാരിലേക്ക്. അപ്പോൾ അതിനുള്ള നടപടി എത്രയും പെട്ടെന്ന് അധികാരികൾ എടുക്കുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. ഇന്നലെ അല്ലേ വെച്ചത്? ഇതാരെങ്കിലും വിജയിച്ചോ? ഇതിൽ വിജയിച്ചു. ഈ നാട്ടിലെല്ലാവരും കൂടുതലായി ചർച്ചയും കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഇതിൽ കൂടുതൽ ആൾക്കാരെ എടുത്ത് എത്തിക്കാനും നമുക്കിത് സാധിച്ചിട്ടുണ്ട്. ഈ റോഡിൽ പോകുന്ന ഏതൊരാൾക്കും മനസ്സിലാവും ഇവിടുന്ന് പുറ്റാട്ടായം മുതൽ മാളിക്കട വരെ അത്രയും ബുദ്ധിമുട്ടാണ്. പല രാത്രികളിലും ആൾക്കാർ ഭയങ്കര അപകടം. നമ്മൾ രാത്രികൾ ഇവൻ്റെ വീട് ഇവിടെ തന്നെയാണ്. ഇവർ വന്ന് നോക്കുമ്പോൾ റോഡ് മേലെ ആൾക്കാർ വീണ് നടക്കുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടാകുന്നത്. തീർച്ചയായും ആരെങ്കിലും ഇതുവഴി കുഴിമന്തി നിങ്ങൾ കൊടുക്കേണ്ട ഒരു സാഹചര്യം വന്നോ ഇപ്പം നിലവിൽ? അതൊരിക്കലും ഉണ്ടാവില്ല. ഇതിലെ ഒരിക്കലും ആർക്കും ഇതിലെ കടന്നു പോകാൻ പറ്റില്ല. അത്രയും ഇതിലും കഷ്ടമാണ്. ഇത് മുകളിൽ ആരും എന്തായാലും ആർക്കും കൊടുക്കേണ്ടി വരില്ല. തീർച്ചയായും എസ്കേൻ, എന്തായാലും ആർക്കും കുഴിമന്തി കൊടുക്കേണ്ടി വരില്ല എന്ന ഒരു വിശ്വാസം ഇവർക്കുണ്ട്. എന്തിനായാലും വേറിട്ട ഒരു പ്രതിഷേധമാണ്. ആ പ്രതിഷേധം എന്തു തന്നെയായാലും അധികാരികളുടെ ശ്രദ്ധയിലെത്തട്ടെ. ഓക്കെ, താങ്ക് യു മിഥില ബാലൻ. ജമീല ഷുക്കൂർ കമന്റ് ബോക്സിൽ പറഞ്ഞിരിക്കുന്നു, പ്രേക്ഷകർക്കില്ലേ കുഴിമന്തി, ഓണക്കോടിയോ കിട്ടിയില്ല എസ്കേൻ എന്ന് പറയുന്നത്. ഓണക്കോടി കിട്ടാത്തുള്ള ഒരാളാണ് ഞാൻ എന്ന് പറയുന്നതിനും കറക്റ്റ്. പ്രേക്ഷകർക്കായിട്ടൊരു കുഴിമന്തി മത്സരം നമുക്ക് ഏർപ്പെടുത്തണോ? എന്തെല്ലാം മത്സരമല്ലേ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.